നിന്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. 1, എല്ലാം മറന്ന് നിനക്ക് ഞങ്ങളുടെ കൂടെ വരാം. 2, ഇതുവരെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടരാം. 1ാമത്തെ ചോയ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെയുമുണ്ട് കണ്ടീഷൻ. ഞങ്ങൾ പറയുന്ന കേട്ടായിരിക്കും പിന്നീടുള്ള ജീവിതം. അതല്ല 2ാമത്തെ ചോയ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സഹായിക്കാൻ ഞങ്ങളുണ്ടായെന്ന് വരില്ല. ആലോചിക്ക്. എന്നിട്ട് നീ ഒരു തീരുമാനം പറ. ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാ എന്തുകൊണ്ട് നിനക്ക് നല്ലത്. വന്ന നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് തിരിച്ചു കിട്ടും. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക്. എന്തായാലും നീല് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. പിന്നെ ആരോട് ദേഷ്യം തീർക്കാനാ നീ ഇങ്ങനെ ഹോട്ടലിൽ കഴിയുന്ന? അതെന്താന്നറിയോ? നീ മിണ്ടരുത്. ഇത് ഞങ്ങൾ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം. നീ ഇതിൽ ഇടപെടണ്ട കേട്ടോ. പലരും പലതും പറഞ്ഞ് ഉപദേശിക്കാൻ കാണും. അതൊക്കെ അവസാനം നിനക്ക് തലവേദനയായിട്ടേ വരൂ. ഇതൊരു ഗോൾഡൻ ചാൻസാ. എല്ലാം അവസാനിപ്പിച്ച് നീ ഞങ്ങളുടെ കൂടെ വന്നേക്കണം കേട്ടോ. മറ്റാരെക്കാളും നല്ലൊരു ജീവിതം നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം. വരുന്നില്ലെങ്കിൽ തെരുവിൽ കിടന്ന് കഷ്ടപ്പെടാനായിരിക്കും നിന്റെ യോഗം. എടീ, നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഒരു ശരാശരി ജീവിതമേ ജീവിക്കാൻ പറ്റൂ. എവിടെയെങ്കിലും മാസശമ്പളത്തിന് പോയാ എന്ത് കിട്ടും നിനക്കൊക്കെ? ഏറിയാൽ 30,000 രൂപ. അതിൽ നിന്ന് ഹോസ്റ്റൽ ചെലവും ഭക്ഷണവും കഷ്ടിച്ച് ജീവിക്കാനും നിന്നെ കൊണ്ട് പറ്റൂ. എന്റെ കൂടെയാണെങ്കിൽ ഈ പറയുന്ന തുക മാസം ഡ്രസ്സ് എടുക്കാൻ തന്നെ ഉപയോഗിക്കാം. ആർഭാടവും സുഖസൗകര്യങ്ങളും നിറഞ്ഞ ജീവിതം വേണോ അതോ കഷ്ടപ്പാടുള്ള ജീവിതം വേണോ നിനക്ക് തീരുമാനിക്കാം. വേദേ, ഇപ്പൊ നീ പറ്റില്ലെന്ന് പറഞ്ഞ പിന്നെ ഒരിക്കലും നിനക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അറിയാലോ അച്ഛനെ. പറഞ്ഞതാ. മണ്ടത്തരം കാണിക്കാതെ വന്ന് വണ്ടി കയറി. നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്ത് തീരുമാനിച്ചു നീ? ഞാൻ വരാം. പറഞ്ഞ വ്യവസ്ഥകളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. സമ്മതമാണല്ലോ? അതെ. എന്നാ പോയി വണ്ടി കയറ്. ഏയ്, എങ്ങോട്ടാ? ഇവിടെ നിന്നാ മതി. ഓട്ടോ അവിടെ കിട്ടും. അതിൽ കയറി പോയാൽ മതി.